ബോട്ട് ഹൗസും ത്രെഡ് ഗാർഡനും ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ പോയ അടുത്തൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു ഇത്. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴ്ന്ന ഭാഗം, താഴ്ന്ന ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒരു ബൈനോക്കുലർ വഴി നമുക്ക് നോക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ എൻട്രി ഫീസായിട്ട് ഓരോരുത്തർക്കും 20 രൂപ വെച്ച് അടയ്ക്കണമായിരുന്നു. അങ്ങനെ എന്നിട്ട് അവിടെ ആ ദൂരെ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ആ ഭാഗത്താണ് അവിടെ ഒരു 3 ബൈനോക്കുലേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി ഫീസ് എടുത്ത് ടിക്കറ്റ് കാണിച്ചിട്ട് അകത്ത് കയറി നമുക്കതിൽ കൂടി നോക്കാം. അപ്പോൾ താഴേക്ക് നോക്കുമ്പോഴത്തേനും അവിടെയുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നത് നല്ല ക്ലിയറായിട്ട് കാണാം. അവിടെയുള്ള ടീ ഫാക്ടറി ഒക്കെയാണ് താഴെയുള്ളത്. അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ കയറി. അപ്പോൾ അവിടെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴോട്ട് ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് നോക്കാൻ പറ്റിയതും വലിയ അഡൽട്ട്സിന് നോക്കാൻ പറ്റിയതായിട്ടുള്ള ബൈനോക്കുലേഴ്സ് ഉണ്ടായിരുന്നു. അതുവഴി അല്ലു ആദ്യം നോക്കി. അല്ലുവിന് ഇതിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അല്ലു ആദ്യം നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ പിന്നീട് നോക്കി. അപ്പം ഞാനും നോക്കി. പക്ഷേ ഓരോരുത്തരിങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ചേട്ടനും ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കി. അപ്പം ഞാനും നോക്കി. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ എടുത്തു. പിന്നെ ചുറ്റുമുള്ളവരുടെ വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങ് നിന്നു. താഴേക്ക് നോക്കുമ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ആകെ മഴ പെയ്യാൻ മൂടിക്കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെയും നമുക്ക് ഇഷ്ടംപോലെ ചെടികൾ കണ്ടു. റോഡ് വക്കിലെല്ലാം ചെടികളാണ്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ അവിടുന്നും കുറച്ച് ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും നമുക്ക് ഈ കടല പുഴുങ്ങി അങ്ങനെ മിക്സിങ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. അവന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളും ചേട്ടനും കടലയൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റാത്ത കാരണം ഞങ്ങളതൊന്നും വാങ്ങിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്ത് ആൾക്കാരൊക്കെ അത് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ നേരത്തെ കണ്ട ചെടികളൊക്കെ തന്നെ റിപ്പീറ്റ് പിന്നെയും കണ്ടു. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് ഒരു അരമണിക്കൂർ സമയം അവിടെ ഞങ്ങൾ ചിലവഴിച്ചു. അതിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പ്ലേസൊക്കെ അവിടെ അങ്ങനെ നമുക്ക് ടൂറിസ്റ്റിനൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ പ്ലേസുകളൊക്കെയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ നമുക്ക് പിന്നെ എനിക്കൊരു ഡിസംബർ മുല്ല എന്ന് പറഞ്ഞൊരു ചെടിയും കൂടെ കാണാൻ പറ്റി. ഈ കാണുന്ന റെഡല്ല, ഒരു ഓറഞ്ച് കളറിലെ പൂക്കളാണ്. നമ്മുടെ രസാന്തരം ഫിലിമിൽ ഒക്കെ ഒരു വീട് നിറച്ച് കൊലച്ച് കിടക്കുന്ന ഒരു പൂ കാണിക്കുമല്ലോ, ആ ഡിസംബർ മുല്ലയാണ് ഈ കാണുന്നത്. ഈ വള്ളിച്ചെടിയിൽ കാണപ്പെടുന്നത് ആ ഡിസംബർ മുല്ലയാണ്. അത് കുറേയൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം അതിന് താഴോട്ട് നമുക്ക് നിൽക്കാനുള്ള പ്ലേസ് ഒരു ഇരുമ്പ് വല കൊണ്ട് ചെയ്തതാണ്. അതിൽ കയറി നിന്ന് ആൾക്കാർ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പയ്യെ അവിടെ തന്നെ നിന്നു. ദൂരോട്ടൊന്നും അധികം അങ്ങനെ പോയില്ല. അങ്ങനെ കണ്ടു. അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വണ്ടിയിൽ കയറാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ മുകളിലൊരു അടിപൊളി പൂ. പക്ഷേ അതെൻ്റെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ സെൽഫി സ്റ്റിക്ക് വെച്ച് ഉയർത്തിയിട്ടും കിട്ടിയില്ല. ഇച്ചിരി ഹൈറ്റിൽ നിൽക്കുന്നതാണ്. പക്ഷേ നീല കളറിലും അതുപോലെ തന്നെ വയലറ്റ് കളറിലെ ഫ്ലവർ, അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞ കളറിലെ ഒരു സംഭവമാണ് നിൽക്കുന്നത്. പക്ഷേ അത് അടിപൊളിയായിട്ട് തോന്നി. പിന്നീട് വേണ്ട ആ വ്യൂസാണ്, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂസാണിത്. അതുകൂടാതെ അവിടെ ചെറിയ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങി.